വി.ഡി. സതീശൻ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ അല്പസമയത്തിനകം. ചർച്ചയിൽ പങ്കെടുക്കാനായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്തെത്തി. ഓരോ കക്ഷികളുമായും പ്രത്യേകമായിരിക്കും ഉഭയകക്ഷി ചർച്ച നടത്തുക. മുസ്ലിം ലീഗുമായിട്ടാണ് ആദ്യം ചർച്ച നടക്കുക. ജലവിഭവ വകുപ്പ് വേണമെന്ന് RSPയും തുറമുഖ വകുപ്പ് വേണമെന്ന് CMPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണാം. നല്ലൊരു കൂട്ടായ്മ. കേരള കോൺഗ്രസ് പാർട്ടി 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടും. തീർച്ചയായിട്ടും വകുപ്പ് ഇന്ന് ഉഭയകക്ഷി ചർച്ച ഇന്ന് ആരംഭിക്കുന്നതല്ലേ ഉള്ളൂ. വകുപ്പുകൾ എപ്പോഴും ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടുന്നത്. UDFന്റെ പൊതുവേദിയിലല്ല. നേരത്തെയുള്ള സാഹചര്യമല്ല ഇന്ന് തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ലേബർ കോഡ് കൂടെ നടപ്പിലായ പശ്ചാത്തലത്തിൽ തൊഴിൽ വകുപ്പിന് ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള വകുപ്പായിരുന്നല്ലോ. ഇന്ന് ആ പ്രാധാന്യമില്ല. അതൊരു താരതമ്യേന ചെറിയ വകുപ്പായി മാറി. അതുകൊണ്ടാണല്ലോ LDFും വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം കൊടുത്തത്. ആ നിലയിലേക്ക് ബാക്കി ഏത് വകുപ്പ് ചോദിക്കണം എന്നുള്ളതൊക്കെ ഇന്ന് പാർട്ടി കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ഉഭയകക്ഷിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മുഴുവൻ മന്ത്രിമാരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ്. വകുപ്പുകൾ സംബന്ധിച്ച ആവശ്യങ്ങളോ അഭിപ്രായങ്ങളോ ഞങ്ങൾ ഇതുവരെ മുമ്പോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ ഉഭയകക്ഷി ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഉഭയകക്ഷി ചർച്ചയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനം ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ഞങ്ങൾ കൂടി ഇങ്ങനൊരു ആവശ്യം മുമ്പോട്ട് വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് പൊതു ചർച്ചയിൽ ഉഭയകക്ഷി ചർച്ചയിൽ അഭിപ്രായങ്ങൾ വരും ഓരോ വകുപ്പുകളെ സംബന്ധിച്ച്. ആ സമയത്ത് ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കും. അങ്ങനെ എന്നോടാരും പറഞ്ഞിട്ടില്ല. മുഴുവൻ സമയം തന്നെ പറഞ്ഞിട്ടുള്ളത്. വലിയൊരു ചർച്ച നടന്നു. ഇന്ന് തീരുമാനം ഉണ്ടായി നാളെ ഗവർണറെ കൊടുക്കണ്ടേ? ഇതങ്ങനെ ആലോചിച്ചിട്ടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നു. കണ്ടോൺമെന്റ് ഹൗസ് വി.ഡി. സതീശന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ താമസിക്കുന്ന വസതിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരത്തെ അനുവദിച്ചിരുന്ന അദ്ദേഹം താമസിച്ചിരുന്ന വസതിയാണ് കണ്ടോൺമെന്റ് ഹൗസ്. അവിടേക്കാണ് ഇപ്പോൾ UDF നേതാക്കൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവിടമാണിപ്പോൾ ശ്രദ്ധാകേന്ദ്രം. ശ്രീജിത്ത് കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൗസ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോഴവിടെയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചൊക്കെ ഇനി ഈ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനമാകേണ്ടത്. ഏതൊക്കെ വകുപ്പുകളായിരിക്കും ഏതൊക്കെ പാർട്ടികൾക്ക് എന്നത് സംബന്ധിച്ച്. അതേസമയം തന്നെ പ്രധാനമായും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ എന്നതാണ്. മറ്റൊന്ന് PJ ജോസഫ് വിഭാഗം അവകാശപ്പെടുന്നത് പോലെ 2 മന്ത്രിസ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കുമോ എന്നതാണ്. മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ വലിയ തർക്കങ്ങൾക്കൊന്നും ഇടയില്ല. ഇത് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. എന്തൊക്കെയാണ് കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജിത്ത്. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ നടക്കുന്നത്. UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്താൻ പോകുന്നത്. ഈ ചർച്ചകൾക്കായി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബ്, CMPയുടെ ജനറൽ സെക്രട്ടറി CP ജോൺ, മാണി സി കാപ്പൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം തങ്ങൾക്ക് ലഭിക്കുന്ന മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു ഔദ്യോഗിക തീരുമാനത്തിന് ആണ് ഈ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ടേം വ്യവസ്ഥയില്ല. തനിക്ക് മുഴുവൻ സമയം മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് മാണി സി കാപ്പൻ പ്രകടിപ്പിച്ചത്. അനൂപ് ജേക്കബും തങ്ങൾക്ക് മികച്ച വകുപ്പ് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2011-2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് വഹിച്ചിരുന്നത്. അതുകൊണ്ട് ഇത്തവണയും അത്തരമൊരു പ്രധാന വകുപ്പാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അനൂപ് ജേക്കബിന് ഏത് വകുപ്പായിരിക്കും നൽകുക എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ഒറ്റ എം എൽ എ മാത്രമുള്ള പാർട്ടിയാണ്. RSP അടക്കമുള്ള കക്ഷികൾക്ക് അതിനേക്കാൾ പ്രാമുഖ്യം ലഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം RSP 4 പാർട്ടിയുള്ള 4 MLA-മാരുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് മുന്നണിയിലെ ഘടകകക്ഷികളിൽ MLA-മാരുടെ മേൽക്കൈ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് ജേക്കബിനേക്കാളും CMPയേക്കാളും മറ്റും മുൻതൂക്കം വരുന്നത് RSPക്കാണ്. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കാണ് അവർക്കായിരിക്കും കൂടുതൽ വകുപ്പ് വിഭജനത്തിൽ പ്രാമുഖ്യം ലഭിക്കാൻ പോകുന്നത്.
വരുന്നത്. എന്തായാലും മാണി സി കാപ്പൻ്റെ കാര്യത്തിൽ ടേം വ്യവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നമെങ്കിൽ മറ്റ് അനൂപ് ജേക്കബിൻ്റെയും CMBയുടെയും കാര്യത്തിൽ വകുപ്പ് ഏതാണെന്നാണ്. CMB തുറമുഖ വകുപ്പൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല. തുറമുഖ വകുപ്പ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത. അതാണ് ഇതുവരെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ലീഗ് നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. ലീഗ് നേതാക്കളും എത്തുമ്പോൾ 5ാം മന്ത്രിസ്ഥാനം അവർക്കുണ്ടോ? 2016 കാലത്തെ മന്ത്രിസഭയിൽ ഏതാണ്ട് പകുതിയാകുമ്പോഴാണ് 5ാം മന്ത്രിയായി മഞ്ഞളാംകുഴി അലി മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നത്. അത് ഒട്ടേറെ വിവാദങ്ങൾക്കും മറ്റും ഇടയാക്കിയിരുന്നു. ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ 5ാം മന്ത്രിസ്ഥാനം എന്ന ക്ലെയിം അവർ ഉന്നയിക്കുമോ അതോ 4 മന്ത്രിസ്ഥാനവും മറ്റൊരു ക്യാബിനറ്റ് പദവിയും എന്നതിലേക്ക് ലീഗ് മാറുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇതുവരെയുള്ള സൂചനകൾ അനുസരിച്ച് 5ാം മന്ത്രിസ്ഥാനവും ഡോക്ടർ MK മുനീറിന് വേണ്ടി ക്യാബിനറ്റ് പദവിയുള്ള ഒരു സ്ഥാനവുമാണ് ലീഗ് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത്. ലീഗിൻ്റെ മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒന്നും മാറ്റമില്ല. 2014 കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ തങ്ങൾക്ക് വേണമെന്നും അക്കാര്യത്തിൽ ഇനി ചർച്ചകളുടെ ആവശ്യമില്ല എന്നുമുള്ള നിലപാടാണ് ലീഗ് നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്, ഈ LDFും UDFും തമ്മിൽ സമാനതകളില്ല. പക്ഷേ LDFിൻ്റെ കാലത്ത്, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒറ്റ MLAമാരുള്ള പാർട്ടികൾക്ക് ടേം വ്യവസ്ഥ ബാധകമാക്കിയിരുന്നു. UDFിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ MLAമാരുള്ള പാർട്ടികൾ നിരവധിയുണ്ട്. ഇതിൽ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ മാണി സി കാപ്പന് ഫുൾ ടൈം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മാണി സി കാപ്പനുണ്ട്, CMP നേതാവ് CP ജോണുണ്ട്, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ അനൂപ് ജേക്കബ് ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ ഇതിൽ അനൂപ് ജേക്കബിന് ഫുൾ ടൈം നൽകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ആ നിലയിലുള്ള മുറുമുറുപ്പുണ്ടാകില്ലേ? അവർക്കും ഒരു MLA മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള അവകാശവാദം അവരുടെ ഭാഗത്ത് നിന്നും ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ അങ്ങനെ ടേം വ്യവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ? ടേം വ്യവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത്തരമൊരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണിച്ചു അല്ലെങ്കിൽ ഒരു വേർതിരിവ് കാണിച്ചു എന്ന ചർച്ചകളും വിമർശനങ്ങളും UDFിനകത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ ദിലീപ്, നമുക്കറിയാം കഴിഞ്ഞ 10 കൊല്ലമായി അധികാരത്തിന് പുറത്തു നിന്ന മുന്നണിയാണ് UDF. ഈ കാലത്ത് ഒന്നും UDF വിട്ട് ഈ കക്ഷികളാരും, ചെറിയ കക്ഷികളോ വലിയ കക്ഷികളോ ഒന്നും പോയില്ല. 10 കൊല്ലത്തെ അധികാരത്തിന് പുറത്താണെങ്കിലും ഇവർക്ക് ആരും ചാഞ്ചാട്ട നിലപാട് സ്വീകരിച്ച പാർട്ടികളല്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിരുന്ന ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ തുടർഭരണത്തിൻ്റെ അടക്കം കാലഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം നിന്നവരെ കൈവിടരുത് എന്നൊരു വികാരം നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുണ്ട്. അതുകൊണ്ടാണ് മാണി സി കാപ്പനും അനൂപ് ജേക്കബും ഒക്കെ തങ്ങൾക്ക് ടൈം വ്യവസ്ഥയല്ല മുഴുവൻ സമയവും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കാരണം. ആപത്ത് കാലത്ത് തങ്ങളോടൊപ്പം നിന്നവരെ കൈവിടാൻ പാടില്ല എന്നൊരു വികാരം, എന്നൊരു ധാരണയിലേക്ക് VD സതീശൻ വരികയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൂടി അതിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാനാണ് സാധ്യത. എന്നാൽ ഇവിടെ പ്രശ്നം ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് അവർ പിന്മാറുകയാണെങ്കിൽ, പ്രശ്നം കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.